ഞാൻ ഡോക്ടർ സെയ്ദ് ഹാമിദ് തങ്ങൾ, അസിസ്റ്റൻറ്റ് പ്രൊഫസർ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സുവോളജി. സെക്കൻഡ് സെമസ്റ്റർ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓഫർ ചെയ്യുന്ന മറ്റൊരു MDC ആണ് അക്വാകൾച്ചർ ആൻഡ് ഓർണമെൻ്റൽ ഫിഷ് ഫാമിംഗ് എന്നുള്ളത്. ഈ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും, അക്വാകൾച്ചർ എന്നുള്ളത് മീൻ വളർത്തലും അതുമായി ബന്ധപ്പെട്ടുള്ള വസ്തുക്കളാണ്. ഓർണമെൻ്റൽ ഫിഷ് ഫാമിംഗ് എന്ന് പറയുന്നത് ഓർണമെൻ്റൽ ഫിഷുകളെ വളർത്തുന്ന ഒരു ടെക്നിക്സുകളാണ്. ഇപ്പോൾ നമ്മളെ വീടുകളിലൊക്കെ നമ്മൾ സാധാരണയായിട്ട് രണ്ട് രീതിയിലുള്ള മീൻ വളർത്തലുകൾ നമ്മൾ കാണാറുണ്ട്. ഒന്ന്, നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മീനുകളുണ്ട്. ഇപ്പോൾ തിലാപ്പിയ, രോഹു, മൃഗാൽ എന്നൊക്കെ പറയുന്ന വ്യത്യസ്ത രീതിയിലുള്ള മീനുകൾ നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടാറുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു ഭാഗമാണ് ഓർണമെൻ്റൽ ഫിഷ്, അല്ലെങ്കിൽ നമ്മൾ വിദേശ മത്സ്യങ്ങൾ എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ കളർ മത്സ്യങ്ങൾ എന്നൊക്കെ പറയപ്പെടാറുണ്ട് സാധാരണയായിട്ട്. അതായത് ഗപ്പി, മോളി, ഏഞ്ചൽ എന്നൊക്കെ പറയുന്ന വ്യത്യസ്ത രീതിയിലുള്ള, അതുപോലെ ഗോൾഡ് ഫിഷസ്, ഇങ്ങനെയൊക്കെ പറയുന്ന ഓർണമെൻ്റൽ ഫിഷ് എന്ന് പറയുന്ന രണ്ട് ഭാഗങ്ങളാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു MDC ആണ് അക്വാകൾച്ചർ ആൻഡ് ഓർണമെൻ്റൽ ഫിഷ് ഫാമിംഗ് എന്നുള്ളത്. ഇതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഒരു ഇൻട്രൊഡക്ഷൻ ആദ്യമായിട്ട് പറയും, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഭാഗം, എങ്ങനെയാണ് ഒരു ഫിഷ് ഫാമിങ്ങിലേക്ക് ആളുകൾ എത്തിയത്, ഓർണമെൻ്റൽ ഫിഷിലെ ഫാമിങ്ങിലേക്ക് ആളുകൾ എത്തിയത്, ഇതൊക്കെ നമ്മൾ ഇൻട്രൊഡക്ഷൻ ഒരു ഭാഗത്ത് പറയും. മറ്റൊന്ന്, ഇതിൽ കുറേ കൾച്ചർ ടെക്നിക്സുകൾ നമുക്ക് പഠിക്കാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ മീൻ വളർത്തുമ്പോൾ ചില ആളുകൾ മീൻ വളർത്തുന്നത് കുളങ്ങളിലായിരിക്കും, ചില ആളുകൾ ടാങ്കുകളിലായിരിക്കും, ചില ആളുകൾ വേറെ ഏതെങ്കിലും റിവറിലായിരിക്കും, കടലിൽ മീൻ വളർത്തുന്ന ആളുകളുണ്ട് അല്ലേ. ഇങ്ങനെയൊക്കെ വ്യത്യസ്ത ടെക്നിക്കുകൾ ഉപയോഗിച്ച് നമ്മൾ മീൻ വളർത്താറുണ്ട്. ഇപ്പോൾ കുളങ്ങളിലും അതുപോലെ അക്വേറിയത്തിലും അല്ലെങ്കിൽ ടാങ്കുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലൊന്നും പറയാനില്ല, അത് തന്നെയാണ് അതിൻ്റെ ടെക്നിക്സ് എന്നുള്ളത്. നേരെ മറിച്ച് ഒരു റിവറിൽ അല്ലെങ്കിൽ ഒരു കടലിൽ നമ്മൾ മീൻ വളർത്തുമ്പോൾ നമ്മളെങ്ങനെ അത്രയും വിശാലമായിട്ടുള്ളൊരു കടലിൽ മീൻ വളർത്തുക, അല്ലെങ്കിൽ ഒരു റിവറിൽ നമ്മളെങ്ങനെയാണ് മീൻ വളർത്തുക, അവിടെ നമ്മൾ പുതിയ പുതിയ ടെക്നിക്സുകളൊക്കെ ഉപയോഗിക്കും. കേജ് കൾച്ചർ, അല്ലെങ്കിൽ റാഫ്റ്റ് കൾച്ചർ, അതുപോലെ പെൻ കൾച്ചർ, വ്യത്യസ്ത രീതിയിലുള്ള ഒരു കൾച്ചർ ടെക്നിക്സ്, ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇങ്ങനത്തെ ഒരു വിഷയങ്ങളും ഈ ഒരു MDCയിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. പിന്നെ മറ്റൊന്നാണ് ഓർണമെൻ്റൽ ഫിഷ് ഫാമിംഗ് എന്നുള്ളത് അല്ലേ. വ്യത്യസ്ത രീതിയിലുള്ള ഏതൊക്കെയാണ് ഓർണമെൻ്റൽ ഫിഷുകൾ, നമുക്കിപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ഓർണമെൻ്റൽ ഫിഷുകൾ ഏതൊക്കെയാണ്, അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ സാധാരണ കാണുന്ന ഫിഷുകളെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നതായിരിക്കും. പിന്നെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം, നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് പോകണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗം അക്വാറിയം സെറ്റിങ്സ് എന്നുള്ളത്. ഇപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയകളിലൊക്കെ കാണാറുണ്ട്, ചില ആളുകൾ മീൻ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട് അവർ ഉണ്ടാക്കുന്ന അക്വാറിയങ്ങൾ അല്ലേ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, എല്ലാവർക്കും ആകർഷണമായിട്ടുള്ള രീതിയിലുള്ള അക്വാറിയങ്ങൾ, അതിലേക്ക് നല്ല രസകരമായ മീനുകളെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അത് ഹൈലൈറ്റ് ചെയ്യുകയും അതിനെ വാങ്ങാൻ ഒരുപാട് ആളുകൾ ക്യൂ നിൽക്കുകയും വാങ്ങുകയും അതിലൂടെ ബിസിനസ് നടത്തുന്ന ആളുകൾ അല്ലേ. അപ്പോൾ ഈ ഒരു ടെക്നിക്സ് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും ഇതുപോലെ ഒരുപാട് ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പറ്റും അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഒരു അക്വേറിയം ഉണ്ടാക്കുക, എങ്ങനെയാണ് അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക, അതിലേക്ക് ഏതൊക്കെ രീതിയിലുള്ള ഫിഷസുകൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, അങ്ങനെയൊക്കെ രീതിയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു പഠനമായിരിക്കും അക്വാകൾച്ചർ ആൻഡ് ഓർണമെൻ്റൽ ഫിഷ് ഫാമിംഗ് എന്നുള്ളത്. ഇത് ഞങ്ങൾ ഓഫർ ചെയ്യുന്നത് ഈ കോളേജിലുള്ള 2ാം സെമസ്റ്റർ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ്. ഏത് 2ാം സെമസ്റ്റർ വിദ്യാർത്ഥികൾക്കും ഈ ഒരു MDC സെലക്ട് ചെയ്യാവുന്നതാണ്. ഓഫർ ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ് സുവോളജി ഡിപ്പാർട്ട്മെൻറ്റാണ്. താങ്ക് യു.